ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 2026-27 വർഷത്തെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പാസേജ് വായിച്ചു നോക്കാം. ഡീപ്പ് ഇൻസൈഡ് എ ജംഗിൾ ദർ വാസ് എ സ്പെഷ്യൽ സ്കൂൾ ഫോർ എനിമൽസ്. എന്താണ്, ജംഗിളിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? എനിമൽസിന് വേണ്ടിയിട്ടാണ്. ദ സ്കൂൾ വാസ് കോൾഡ് ജംഗിൾ സ്കൂൾ. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് ജംഗിൾ സ്കൂൾ എന്നുള്ളതാണ്. എ വോയിസ് ഓൾഡ് എലിഫൻറ്റ് വാസ് ദ ഹെഡ് മാസ്റ്റർ. അപ്പോൾ അവിടെ നല്ല വയസ്സായിട്ടുള്ള ഒരു ആനയായിരുന്നു അതിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. എ ക്ലെവർ ഔൾ വാസ് ദ ടീച്ചർ. അപ്പോൾ നല്ല ബുദ്ധിയുള്ള ഒരു ഒരു മൂങ്ങയായിരുന്നു അവിടുത്തെ ടീച്ചർ. എവറി മോർണിംഗ് യങ് എനിമൽസ് കെയിം ടു ദ സ്കൂൾ. എല്ലാ ദിവസവും യങ് എനിമൽസ് ഒക്കെ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് വരും. ദ മങ്കീസ് ലേൺഡ് കൗണ്ടിങ് ആൻഡ് ദ പാരറ്റ്സ് പ്രാക്ടീസ്ഡ് റീഡിങ് ആൻഡ് ദ റാബിറ്റ്സ് എൻജോയ്ഡ് ഡ്രോയിങ്. അപ്പോൾ എന്താണ്, അവിടെ കുരങ്ങന്മാർ കൗണ്ട് ചെയ്യാൻ, നമ്പേഴ്സൊക്കെ എണ്ണാൻ വേണ്ടി പഠിച്ചു. അതുപോലെ തന്നെ പാരറ്റ്സൊക്കെ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് പഠിച്ചു. റാബിറ്റ്സ്, മൊയിലുകളൊക്കെ ഡ്രോയിങ് ഒക്കെ പഠിച്ചു. ഡ്യൂറിങ് ബ്രേക്ക് ടൈം ദ എനിമൽസ് പ്ലേഡ് ടുഗെദർ അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ഓൾ ട്രീസ്. അപ്പോൾ ബ്രേക്ക് ടൈമിൽ എല്ലാ മൃഗങ്ങളും ഒരു മരത്തിൻ്റെ തണലിലായിട്ട് ഇങ്ങനെ ഒത്തുകൂടി എല്ലാവരും കളിക്കുകയും ചെയ്യും. ജംഗിൾ സ്കൂൾ വാസ് എ വണ്ടർഫുൾ പ്ലേസ് ഫുൾ ഓഫ് ഫൺ. എന്താണ്, അപ്പോൾ ജംഗിൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. എന്തിനൊക്കെ? ഫണ്ണിന്. അതുപോലെ തന്നെ വേർ എനിമൽ ലവ് ടു ലേൺ. പഠിക്കാൻ ഏതൊക്കെ ആൾക്കാണോ ഇഷ്ടം അവർക്കൊക്കെ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു ഈ സ്കൂൾ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാസേജ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് വാസ് ദ നെയിം ഓഫ് ദ സ്കൂൾ. സ്കൂളിൻ്റെ പേരെന്താണ്? ജംഗിൾ സ്കൂൾ എന്നുള്ളതാണല്ലോ. അപ്പോൾ ജംഗിൾ സ്കൂൾ എന്നുള്ളത് ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരും. ഇനി മാച്ച് ദ ഫോളോയിങ് എനിമൽസ് വിത്ത് ആക്ടിവിറ്റീസ് ദേ എൻജോയ്ഡ്. ഓരോ എനിമൽസും എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ മങ്കി ഏതാണ്? കൗണ്ടിങ് ആണല്ലേ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സി ആണ്. പാരറ്റിന് എന്തായിരുന്നു? റീഡിങ് ആയിരുന്നു. അപ്പോൾ 2 എന്ന് പറയുന്നത് എ ആണ്. 3 റാബിറ്റ് ഡ്രോയിങ് ആണ്. 3 എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഇത് വരുന്നത് ഏതാണ്? 1 സി, 2 എ, 3 ബി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വേർ ഡിഡ് എനിമൽസ് പ്ലേ ഡ്യൂറിങ് ബ്രേക്ക് ടൈം. അപ്പോൾ എനിമൽസ് ഒക്കെ ബ്രേക്ക് ടൈമിൽ എവിടെയാണ് കളിക്കുന്നത്? അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ് ആണല്ലേ. അപ്പോൾ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഹൗ വാസ് ജംഗിൾ സ്കൂൾ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാസേജ്. ഈ പാസേജിൽ എങ്ങനെയാണ് ഈ ജംഗിൾ ബുക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? വണ്ടർഫുൾ ആൻഡ് ഫുൾ ഓഫ് ഫൺ എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് ജംഗിൾ സ്കൂൾ വാട്ട് യു ലൈക്ക് ടു ലേൺ. നിങ്ങളാണ് ആ ജംഗിൾ സ്കൂളിലെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അവിടെ ഇഷ്ടപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രോയിങ് ആയിരിക്കും, ചിലപ്പോൾ കളറിങ് ആയിരിക്കും, അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് സംഭവം നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കി. ഇനി രണ്ടാമതായിട്ട് വരുന്നത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. ദ ലിറ്റിൽ ട്രെയിൻ കണ്ടിന്യൂസ് ഹെർ ജേർണി. അപ്പോൾ ലിറ്റിൽ ട്രെയിൻസ് അതിൻ്റെ ജേർണിയൊക്കെ കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ വേ ഷീ റീച്ച് എ ബ്യൂട്ടിഫുൾ വാലി. അങ്ങനെ അത് എന്ത് ചെയ്തു? ഒരു ബ്യൂട്ടിഫുൾ വാലിയിലേക്ക് എത്തിച്ചേർന്നു. ഡിസ്ക്രൈബ് ദ സീൻ അറൗണ്ട് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ലിറ്റിൽ ട്രെയിനിൻ്റെ ചുറ്റുമുള്ള ആ ഒരു സീനാണ് നമ്മുടെ അടുത്ത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് തന്നിട്ടുണ്ട്? അതിനുള്ള ഹിൻസ്, അതിൻ്റെ സൂചനകൾ തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫ്ലൈയിങ് ആണ്, അതുപോലെ തന്നെ സ്വിമ്മിങ് ആണ്, ഷൈനിങ് ആണ്, പഫിങ് ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ലിറ്റിൽ ട്രെയിൻ റീച്ച്ഡ് എ ബ്യൂട്ടിഫുൾ വാലി വേർ ദർ വർ മെനി എനിമൽസ് അറൗണ്ട് ഇറ്റ്. ബേർഡ്സ് വെർ ഫ്ലൈയിങ് ആൻഡ് monkeys were swinging on the trees. The mountains were shining in the sunlight. The animals were playing happily. ഇതൊക്കെ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങളവിടെ എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തോട്ട്സ് ആണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് ആണ്. താഴെയുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി എന്ന് നോക്കാം. ചെസ്റ്റർ റക്കൂൺ വെന്റ് ടു ദ സ്കൂൾ. ചെസ്റ്റർ റക്കൂൺ എവിടെ എത്തി? സ്കൂളിലേക്ക് എത്തി. ദിസ് മദർ മിസ്സസ് റക്കൂൺ അറ്റ് അലോൺ ഇൻ ഹെർ ഹോം. അപ്പോൾ എന്താണ്, മിസ്റ്റർ റക്കൂണിൻ്റെ അമ്മ മാത്രം വീട്ടിൽ ഒറ്റക്കായി. ഷീ ഹോപ്ഡ് ചെസ്റ്റർ വുഡ് ഡു വെൽ ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് അറ്റ് സ്കൂൾ. അപ്പോൾ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കുക അല്ലേ. അങ്ങനെ തന്നെയാണ് നിങ്ങളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മമാരിങ്ങനെ ആലോചിക്കും, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ എന്നുള്ളത് അല്ലേ.
വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് മിസ്സസ് റക്കൂൺ. അപ്പോൾ മിസ്സസ് റക്കൂണിൻ്റെ ആ തോട്ട്സാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഹോപ്പ് ചെസ്റ്റർ റീച്ച് സ്കൂൾ സേഫ്ലി, നല്ല സേഫായിട്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഐ ഹോപ്പ് ഹി എൻജോയ്സ് ഹിസ് ഫസ്റ്റ് ഡേ ടു സ്കൂൾ, അവൻ്റെ ഫസ്റ്റ് ഡേ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ഹി ഈസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ കളിക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ 3B എന്ന് പറയുന്നത് on the other side of the mountain the boys and the girls were eagerly waiting for the little train carrying fruits and toys. അപ്പോൾ ആ മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ ബോയ്സും ഗേൾസും ഒക്കെ എന്താണ് ഈ ലിറ്റിൽ ട്രെയിനിൻ്റെ ഫ്രൂട്ട്സും ടോയ്സും ഒക്കെ വരുന്നത് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഈവൻ ആഫ്റ്റർ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം, അങ്ങനെ അവർ ഒരുപാട് സമയം ഇങ്ങനെ കാത്തിരുന്നു. ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് അറൈവ്, അപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് എന്താണ് ലിറ്റിൽ ട്രെയിൻ അങ്ങോട്ട് വന്നില്ല. ദേ ബിക്കേം സാഡ്, അപ്പോൾ എന്താണ് അവർക്ക് ആകെ സങ്കടം തോന്നുകയാണ് ചെയ്യുന്നത് അല്ലേ, നോർമലാണ്, സങ്കടം തോന്നി. സോ എന്താ നമ്മളെടുത്ത് പറയുന്നത്? ആ തോട്ട്സാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആലോചിക്കല്ലേ, എവിടെയായിരിക്കും ട്രെയിൻ? വേർ ഈസ് ദ ലിറ്റിൽ ട്രെയിൻ? വി ഹാവ് സീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം, ഞങ്ങൾ ഒരുപാട് സമയമായിട്ട് കാത്തിരിക്കുകയാണ്. വി വർ എക്സൈറ്റഡ് ടു ഗെറ്റ് ദ ഫ്രൂട്ട്സ് ആൻഡ് ടോയ്സ്, ആ ഫ്രൂട്ട്സും ടോയ്സൊക്കെ കിട്ടുന്നതിൽ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. വി ഹോപ്പ് ഇറ്റ് വിൽ കം സൂൺ, ഞങ്ങൾ വിചാരിക്കുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും എത്തുമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെയാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് അടുക്കാം. അടുത്തതൊരു കോൺവെർസേഷൻ ആണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ചെസ്റ്റർ റക്കൂൺ റിട്ടേൺ ഹോം ഫ്രം സ്കൂൾ. എന്താണ്? നമ്മുടെ ചെസ്റ്റർ റക്കൂൺ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തി. മിസ്സസ് റക്കൂൺ വാസ് ഈഗർ ടു നോ അബൌട്ട് ഹിസ് ഫസ്റ്റ് ഡേ ടു സ്കൂൾ. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് എന്താണ് അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വളരെയധികം ജിജ്ഞാസ ഉണ്ടാവും അല്ലേ. ചെസ്റ്റർ ഷെയർഡ് ഹിസ് എക്സ്പീരിയൻസസ് വിത്ത് ഹെർ. അപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്തു? അവൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അമ്മയുമായിട്ട് ഷെയർ ചെയ്യാണ്. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം? അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച്. അപ്പോൾ 5 എക്സ്ചേഞ്ച് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിസ്സിസ് റക്കൂൺ ചോദിക്കുകയാണ്, ഹായ് ഡിയർ, ഹൗ ആർ യു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെസ്റ്റർ റക്കൂൺ എന്താ പറയുക? ഐ ആം ഫൈൻ അല്ലേ, ഐ ആം ഫൈൻ എന്ന് പറയും. ദെൻ അപ്പോൾ വീണ്ടും എന്ത് ചോദിക്കും? ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ, ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ, എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് ചോദിക്കുകയാണ്. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ. ദെൻ അത് ചെസ്റ്റർ റക്കൂൺ എന്ത് പറയും? ഇറ്റ് വാസ് വെരി നൈസ്, ഇറ്റ് വാസ് വെരി നൈസ്, ഐ ലൈക്ക് വെരി മച്ച് എന്നൊക്കെ പറയും അല്ലേ. ഐ ഗോട്ട് മെനി ഫ്രണ്ട്സ്, ഐ പ്ലേഡ് എ ലോട്ട്, ഐ ലേൺ സംതിങ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അപ്പം മിസ്സസ് റക്കൂൺ വീണ്ടും ചോദിക്കും, ഡിഡ് യു മേക്ക് എ ന്യൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? യെസ്, ഐ മെയ്ഡ് മെനി ന്യൂ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളിത് എഴുതി കൊടുക്കാൻ. ഇനി 4ലെ B എന്താണെന്ന് ചോദിച്ചാൽ, ദ ലിറ്റിൽ ട്രെയിൻ വാസ് ക്യാരിയും ഫ്രൂട്ട്സ് ആൻഡ് ടോയ്സ് അല്ലേ, ഫ്രൂട്ട്സും ടോയ്സൊക്കെ കൊണ്ടുവരികയാണ്. സഡൻലി ദ ട്രെയിൻ സ്റ്റോപ്പ്ഡ്, പെട്ടെന്നാണ് ട്രെയിൻ സ്റ്റോപ്പ് ആയത്. ദ ക്ലൗൺ ആൻഡ് ദ എനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. അപ്പോൾ എന്താണ്, അവിടെ നിന്നും ആ ഒരു കോമാളിയും മറ്റൊക്കെ പുറത്തിറങ്ങി. ദ ക്ലൗൺ ക്വിക്ലി റാൻ ടുവേർഡ്സ് ദ എഞ്ചിൻ, പെട്ടെന്ന് തന്നെ എഞ്ചിൻ്റെ അടുത്തേക്ക് ആ ഒരു ക്ലൗൺ പോവുകയാണ്. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ക്ലൗൺ ആൻഡ് ദ ലിറ്റിൽ ട്രെയിൻ? അങ്ങനെ ലിറ്റിൽ ട്രെയിനും ക്ലൗണും തമ്മിലുള്ള കോൺവെർസേഷനാണ് ചോദിക്കുന്നത്. ഇവിടെയും 5 എക്സ്ചേഞ്ച് എഴുതണം. അപ്പോൾ ക്ലൗൺ ചോദിക്കും, എന്ത് ചോദിക്കും? എന്താണ് ആദ്യം ചോദിക്കുക? വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കും അല്ലേ. വാട്ട് ഹാപ്പൻഡ് എന്നിവിടെ ചോദിക്കും. അപ്പോൾ ഇവിടെ വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കും. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്ത് പറയും? ഐ സഡൻലി സ്റ്റോപ്പ്ഡ്, എന്താണ്, ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പായി എന്ന് പറയും. അപ്പോൾ ക്ലൗൺ എന്ത് ചോദിക്കും? വാട്ട് ഡിഡ് യു സ്റ്റോപ്പ്, നീ എന്താണ് സ്റ്റോപ്പായത്, എന്തുകൊണ്ടാണ് അല്ലേ. വൈ ഡിഡ് യു സ്റ്റോപ്പ് എന്ന് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ആയത് എന്ന് ചോദിക്കും. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയും, ഐ ഡോണ്ട് നോ ആക്ച്വലി ഐ ഹാവ് സം പ്രോബ്ലം എന്ന് പറയും അല്ലേ. ക്ലൗൺ പറയും, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയും. അതായിരിക്കും ഇവിടെയുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. 5ാമത് എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് ആണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എ ലയൺ വാസ് സ്ലീപ്പിംഗ് ടു ദ ഫോറസ്റ്റ്. അവിടെ എന്താണ്, ടു ദ ഫോറസ്റ്റ് എന്നല്ല വരേണ്ടത്, ഇൻ ദ ഫോറസ്റ്റ് ആണ് അല്ലേ, ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. സോ ഇൻ ദ ഫോറസ്റ്റ്. എ മൗസ് റാൻ ഓൺ ഹിം, ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് എ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്തായിരിക്കണം, എ എന്ന് പറയുന്നത് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ദ ലയൺ കോട്ട് ദ മൗസ് ബട്ട് ഹിം ലെറ്റ് ഗോ. അവിടെ എന്താണ് വരുന്നത്? ഹിം ലെറ്റ് ഗോ എന്നല്ല, ലെറ്റ് ഹിം ഗോ എന്നാണ് വരേണ്ടത്. അതിൻ്റെ ഫ്രേസ് എന്ന് പറയുന്നത് ലെറ്റ് ഹിം ഗോ എന്നാണ് കറക്റ്റായിട്ട് വരിക. വൺ ഡേ എ ഹണ്ടർ ട്രാപ്ഡ് ദ ലയൺ ഇൻ എ നെറ്റ്. അവിടെ എന്താണ്, ഹണ്ടർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് അല്ല, അവിടെ D അല്ല T ആണ് വരേണ്ടത്, ഹണ്ടർ. ഇനി ദ മൗസ് കട്ട് ദ നെറ്റ് ആൻഡ് സേവ് ദ ലയൺ. ദ ലയൺ ആൻഡ് ദ മൗസ് ബിക്കെയിം ഫ്രണ്ട്സ്. അവിടെ എന്താണ്, ഫ്രണ്ട് അല്ല ഫ്രണ്ട്സ് ആണല്ലേ, മൗസും ഉണ്ട് ലയനും ഉണ്ട്. അപ്പോൾ അവിടെ പ്ലൂറലായി ഫ്രണ്ട്സ് എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം.
അടുത്തത് ആറാമത്തെ ഒരു പസിലാണ്. കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെയുള്ള ഹിൻസ് അനുസരിച്ച് എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തത് നോക്കൂ, എ വെഹിക്കിൾ ദാറ്റ് റൺസ് ഓൺ ട്രാക്ക്. ഒരു ട്രാക്കിൽ പോകുന്ന ഒരു വെഹിക്കിൾ, അതിന് പറയുന്നത് ട്രെയിൻ എന്നാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വരും കേട്ടോ. ട്രെയിൻ എന്നാണ്, 5 ലെറ്റർ ആണ്, ട്രെയിൻ എന്ന് വരും. വെൻ ഇറ്റ് റെയിൻസ് വരുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അംബ്രലയാണ്. അപ്പോൾ അവിടെ അംബ്രല 8 ലെറ്റേഴ്സ് വരും. എ പ്ലേസ് വേർ ചിൽഡ്രൻ ലേൺ. കുട്ടികൾ പഠിക്കുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്, കുട്ടികൾ പഠിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണല്ലേ. അപ്പോൾ അവിടെ സ്കൂൾ എന്ന് വരും, സ്കൂൾ. ഇനി എ പേഴ്സൺ യു ലൈക്ക് ദ ആൻഡ് ട്രസ്റ്റ്. ഒരു പേഴ്സൺ നമുക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അയാൾ ആരാണ്, അയാളൊരു ഫ്രണ്ട് ആയിരിക്കും. അടുത്തത് എന്താ വരുന്നത്, ഇറ്റ് ഷൈൻസ് ഇൻ ദ നൈറ്റ് സ്കൈ. നൈറ്റ് സ്കൈയിലാണ് ഷൈൻ ചെയ്യുന്നത്, അതാരാണ്, മൂണാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയുമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി, എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്